എല്ലാ കാലത്തും ഇപ്പോൾ എല്ലാ കാലത്തും ആ യഹോവയെ വാഴ്ത്തുവാനായിട്ട് നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ കാലത്തും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ഭയങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. പലർക്കും പല ഭയങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. മരണഭയം, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭയം, നാളെ എന്തായി തീരുമാനം എന്നുള്ള കുറിച്ച് വിചാരമുള്ള ഭയം, അനേക ഭയങ്ങൾ ബാധിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിന് നടുവിൽ ദൈവത്തെ എല്ലാ കാലത്തും വാഴ്ത്തുന്ന ദൈവവേദലെ, ദൈവത്തിന് സ്തോത്രം. നിന്റെ എല്ലാ ഭയങ്ങളിലും ദൈവം നിന്നെ വിടുവിക്കുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. സമർപ്പണത്തോടെ ദൈവത്തിലായിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം നിവർത്തിച്ചു തരുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഞാൻ എന്റെ വാക്കുകളെ അധികമായി നീർപ്പിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ അതിന്റെ അവസാനം വായിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പയക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു വഹിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി നമുക്കൊരു ശിക്ഷാവധിയും ഇല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുവാനല്ല ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ചിന്തിക്കുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ദൈവമക്കൾക്ക് ഇനി ശിക്ഷാവധി ഇല്ല എന്നാണ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറവാക്കാതെ വണ്ണം നമ്മളെ തന്നെ ഹല്ലേലൂയ ദൈവവിശുദ്ധിയിലും ദൈവത്തിന്റെ ആഗ്രഹത്തിനും അടുത്ത് നമുക്ക് മുന്നേറിയാൽ നമ്മുടെ ശിക്ഷ ഹല്ലേലൂയ കർത്താവ് വഹിച്ചതുകൊണ്ട് ഇനി നമുക്കൊരു ശിക്ഷാവധിയും ഇല്ല. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയിലായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തുടർന്ന് ദൈവത്തിന് ദൈവമക്കൾക്ക് പ്രാർത്ഥിക്കുവാൻ എന്തെങ്കിലും അർജന്റ് വിഷയമുണ്ടെങ്കിൽ അത് പറയാമെന്നാണ്. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിഷയം പറയും. എല്ലാവരും ചേർന്ന് ആ വിഷയങ്ങൾക്ക് സ്തോത്രം ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു പാട്ടൂടെ പാടിയിട്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന് ഞാൻ സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും അർജന്റ് പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ പറയാം. എന്നുള്ള സമയമാണ്. സമയം വെറുതെ കളയരുത്. ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥനയായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഞാൻ എന്റെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥന റിക്വസ്റ്റ് ചോദിക്കുകയാണ്. പപ്പായ്ക്ക് പനിയായി ഭാരപ്പെടുന്നു, നല്ല പനിയാണ്. ദൈവമക്കളെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ടോ? ഓക്കെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസി പറഞ്ഞല്ലോ, തന്റെ പിതാവിന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ട്. അതിന്റെ കൂടെ പനിയും മറ്റുമായി ക്ലേശത്തിലായിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ആ പിതാവിന് വേണ്ടി ഇന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, പൂർണ്ണമായ വിടുതൽ ദൈവം നൽകണമേ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അങ്ങേ ഉയർത്തുകയാണ്. അപ്പ ദൈവം പൂർണ്ണമായ വിടുതൽ നൽകി സഹായിക്കണമെന്ന് എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ തന്നെ ബ്രദർ ബിനു വർഗീസ്, ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. ബ്രീത്തിങ് പ്രോബ്ലം ആയിട്ട് ഇന്നലെ അഡ്മിറ്റ് ചെയ്താണ്. അദ്ദേഹം ഒരു കിഡ്നി പേഷ്യന്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണ്. ദൈവത്തിന് സ്തോത്രം. കൊണ്ട് പൂർണ്ണമായ ഒരു സൗഖ്യത്തിനായിട്ട് എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവമേ അങ്ങയുടെ ദാസൻ ബിനു വർഗീസിനായി പ്രാർത്ഥിക്കുന്നപ്പ പൂർണ്ണമായി സൗഖ്യം ദൈവം നൽകണമേ പിതാവേ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ദൈവപ്രവർത്തി വെളിപ്പെടണമേ കർത്താവേ. ഹല്ലേലൂയ. സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നല്ലോ നാഥ. ദൈവമായി കർത്താവ് വിടുവിക്കണമെന്ന് എന്റെ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന കർത്താവിൻ ദാസൻ ബിനു എന്ന സഹോദരന്റെ ഫാദറ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശരീരത്തിൽ സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ദൈവജനത്തിന്റെ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തോത്രം. ദൈവദാസന്റെ പിതാവിന് വേണ്ടി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവെ, വാത്സല്യ പിതാവിനായി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ദൈവം നൽകണമേ. അപ്പന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ നാമത്തിന് ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും ചേർന്ന് ഇന്ത്യക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ ഇലക്ഷൻ നടക്കുന്നുണ്ടല്ലോ. ഒരു ഭരണമാറ്റം ആവശ്യമാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുവാനായിട്ട് നമുക്ക് ഒരുമിച്ച്
ഇന്ത്യക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കർത്താവെ പ്രാർത്ഥിച്ച് സ്തോത്രം കരയറ്റുകയാണപ്പ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ വിഷയങ്ങളെയൊക്കെ ദൈവത്തിന് സ്തോത്രം ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജേക്കബ് പാസ്റ്റർ ഈ വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം ഒന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, സന്ധ്യാസമയത്ത് ഒരു വാശം കൂടെ തിരുസനിലേക്ക് കടന്നു വരുവാനും ദൈവമേ കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കാനും പാടുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന നല്ല സമയത്താടുകൾ സ്തോത്രം ചെയ്ത് കഴിഞ്ഞൊരു പൽക്കാലം ദൈവം ഞങ്ങളെ പരിപാലിച്ചുള്ള കർത്താവെ, ഈ രാത്രികാലം തിരുസനിലായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ദേശമായ ഇന്ത്യക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് വിശാലെ കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നല്ല കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ പല സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇലക്ഷൻ നടക്കാനുണ്ട്. ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സുഖകരമായ ഒരു ഇലക്ഷൻ നടക്കുവാൻ കർത്താവെ അനുഗ്രഹപ്പെട്ട ഒരു ഭരണകൂടം കടന്നു വരുവാൻ ദൈവമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കും കർത്താവെ. ദൈവമേ ആര് പരിചയം കർത്താവെ അധികാരത്തിലേറ്റാലും അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ ദൈവമാണെന്ന് യഹോവയാണല്ലോ കർത്താവേ. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവം ഞങ്ങളുടെ ദേശത്തെ രാജ്യത്തെ ദൈവം കാക്കുമാറാണ് കർത്താവെ. ഞങ്ങൾക്ക് സമാധാനത്തോടെ ഹല്ലേലൂയ കർത്താവ് സ്വസ്ഥയോടെ ജീവിക്കുവാനുള്ള എല്ലാ കൃപകളും ദൈവമേ ഞങ്ങളുടെ ദേശത്തെ ഒരുക്കണേ പ്രാർത്ഥിക്കുക. രാത്രികളുടെ കൂട്ടം അനുഗ്രഹിക്കണേ കർത്താവെ. കൂടി വന്ന ജനങ്ങൾക്കായിട്ട് സ്തോത്രം. ദൈവത്തിന്റെ മക്കൾ പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് പല കർത്താവെ ടൈംസോളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേൽ പകരുമാറാണ്. ഞങ്ങൾക്ക് അനുഗ്രഹപ്പെട്ട വാക്യത്തിലുള്ള സ്തോത്രം, പ്രാർത്ഥികൾക്കാട് സ്തോത്രം. സൗകര്യം ജീവൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ രാത്രികാലം നമ്മുടെ ജേക്കബ് പാസ്റ്ററും ജോൺ ജീവാൻ കർത്താവ് സഹായിച്ചു. ചില നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന് ഒരുമിച്ചായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ചത് ഓർത്ത് സ്തോത്രം. ഗസമന ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് ഹല്ലേലൂയ ഒരു ഗാനോട് നമുക്ക് പെട്ടെന്ന് വചന ശുശ്രൂഷയിൽ പ്രവേശിക്കാം. യേശുവല്ലാതില്ലേ നീക്കൊരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രാമം വേറെ ഈ പാരിലും പാരത്തിലും നിസ്തുല്യനൻ പ്രിയൻ എന്റെ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും എന്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും യേശു മാത്രം മതിയേനിക്കേതു നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹ സഖിയ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ രക്ഷക എൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം
നിത്യൻ മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കായി നിന്മാർവിടം എന്നാശ്രയം എന്നേശു കർത്താവേ എന്റെ രക്ഷകൻ ദൈവമേ നീയല്ലാതില്ലാരും എന്നേശു മാത്രം മതി നീക്കേതു നേരത്തും എന്നേശു മാത്രം മതി നീക്കേതു നേരത്തും എന്നേശു മാത്രം മതി നീക്കേത് നേരത്തും. Hallelujah. Thank you, Jesus. Praise the Lord. ഒരു പാട്ടൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദൈവത്തിന് സ്തോത്രം ആണ്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം കോളേജ് അധ്യാപകനും കൂടെയാണ്. സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം കൊടുക്കുന്ന ഈ വചനം സത്യസന്ധമായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിലായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയായിത്തീരും. ദൈവദാസനെ പരിചയപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം. ഡെയ്സി സിസ്റ്ററിന്റെ ത്രൂവിലാണ് കർത്താവദാസൻ എന്നിവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നന്ദിയെ കാലം അറിയിക്കുന്നു. ഫലമായി അനുഗ്രഹിക്കട്ടെ. കർത്താവദാസനെ ക്ഷണിക്കുന്നു. 45 മിനിറ്റ് അദ്ദേഹം വചനത്തിന് ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടായിരിക്കാം. ദൈവമായി സഹായിക്കാം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും എൻ്റെ ശബ്ദം കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രി സമയം ഗെത്സമനെ ചർച്ച് പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു ആത്മീക കൂട്ടായ്മയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശിഷ്യ ഈ ഗെത്സമനെ ചർച്ചിന്റെ പ്രാതിനിധ്യം വഹിച്ച് ഈ മീറ്റിംഗ് ഇന്ന് രാത്രി ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ പ്രസിദ്ധനായ ബ്രദർ മാത്യു വി ഡാനിയൽ, കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു ആത്മിക വേദി പങ്കിടുവാൻ തന്ന ഈ നല്ല പ്ലാറ്റ്ഫോമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം ഇന്ന് രാത്രിയിൽ നമ്മെ ഗാന ശുശ്രൂഷയിൽ നിയന്ത്രിച്ച ആത്മിക വരദാനങ്ങളാൽ നിറയപ്പെട്ട അനുഗ്രഹ വോയിസ്, അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച നല്ല ഗാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു വേദിയിൽ എനിക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത് കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സാമുവൽ തോമസിന്റെ മിസ്സസ് ഡെയ്സി തോമസ്, കർത്താവിന്റെ ദാസിയിലൂടെയാണ് ഇപ്രകാരം ഒരു വേദിയിൽ കടന്നു വരുവാൻ ഇടയായത്. ഇന്ന് രാത്രി ഈ ഗ്രൂപ്പിൽ തന്നെ കർത്താവിന്റെ ദാസിയുണ്ട്. അതോടൊപ്പം അടുത്ത എൻ്റെ ചർച്ചിലുള്ള ഒരു ബ്രദർ, ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ബ്രദർ ബിനു വർഗീസ്, അദ്ദേഹം ഡയാലിസിസ് പേഷ്യന്റ് ആണ്. അതോടൊപ്പം തന്നെ ശാരീരിക ക്ലേശത്താൽ വളരെയധികം ഭാരപ്പെടുന്നു. മരണത്തോട് മല്ലടിക്കുന്ന ഒരു അനുഭവമാണ് ഇപ്പോൾ. എനിക്കും അവിടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ദൈവമക്കൾ എല്ലാവരും ആ പ്രിയപ്പെട്ടവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന ആ കുടുംബത്തിന് ഒരു വിടുതലായി തീരട്ടെ. കർത്താവിന്റെ ദാസന് അനുഗ്രഹമായി തീരട്ടെ. ഈ ആത്മിക വേദിയെ കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി ഇന്ന് രാത്രി വളരെ ചില ദൈവത്തിന്റെ ഓക്കെ, താങ്ക് യു.
ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. സമയം നമ്മുടെ മുൻപാകെ അധികം ഇല്ലല്ലോ. ഒരു ചെറിയ വേദഭാഗം വായിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 17 വേഴ്സ് 11. പുറപ്പാട് 17:11. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. മതി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ രാത്രി സമയത്തിനായി സ്തോത്രം. വായിച്ച തിരുവെഴുത്തിനെ അവിടുത്തെ തൃക്കരങ്ങളിൽ തരുന്നു. ദൈവജന ശുശ്രൂഷിക്കുന്ന എളിവനെയും തൃപാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കേൾക്കുന്ന നിന്റെ ജനത്തിനായി സ്തോത്രം. തുടർന്നുള്ള ചില സമയങ്ങൾ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ പരിപൂർണ നിയന്ത്രണത്തിൽ നിന്റെ വചനം ശ്രവിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരും ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചു മടങ്ങുവാൻ, വിടുതലിന്റെ സന്ദേശം കേട്ട് മടങ്ങുവാൻ ഇന്ന് രാത്രി സഹായിക്കും. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. വായിച്ച തിരുവെഴുത്ത്, മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഒരു ജയത്തിന്റെയും മറ്റൊരു പരാജയത്തിന്റെയും ദിവസമാണിത്. ഇന്ന് രാത്രിയിൽ ഗെത്സമനെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനത്താൽ. ഈ തിരുവെഴുത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനോട് അരുളി ചെയ്ത വചനത്തിന്റെ നിവർത്തീകരണമാണിത്. അബ്രഹാം കഴിച്ച ഒരു യാഗം, ആ യാഗത്തിൽ വന്ന ഒരു ചെറിയ പിശക് തന്റെ തലമുറകൾക്ക് അന്യദേശമായിരിക്കുന്ന ഈജിപ്തിൽ 430 വർഷം പരദേശികളായി പാർക്കേണ്ടി വന്നു. ആ പരദേശ പ്രയാണത്തിന് ശേഷം അവരെ വിടുവിക്കുവാൻ ദൈവം തന്റെ ദാസനായിരിക്കുന്ന മോശെ അവിടേക്ക് അയക്കുന്നു. അവിടെ നിന്നും ജനം മടങ്ങി വരികയാണ്. അബ്രഹാം വിശ്വസ്തനായിരുന്നു. അബ്രഹാം യഹൂദ മതത്തിന്റെ ഏറ്റവും മുൻനിരയ്ക്കുന്ന നേതാവായിരുന്നു. പക്ഷേ 4ാം തലമുറയിലേക്ക് കടന്നു വന്നപ്പോൾ അതൊരു പരാജയത്തിന്റെ കാരണമായി മാറി. അന്യദേശത്ത് പരദേശികളായി പാർക്കേണ്ടി വന്നിരുന്ന ഇസ്രായേൽ ജനം അടിമകൾ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന 3ാംകിട ജാതിക്ക് അടിമകളായി തീരേണ്ടി വന്നു. ദൈവത്തിന്റെ സ്വന്തം ജനം അടിമകളായി മാറി. ഈ വചനം ഇന്ന് രാത്രി ഞാൻ ഇവിടെ പറയുമ്പോൾ തന്നെ ഇന്ന് ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായിരിക്കുന്ന ഒരു യുദ്ധം, ഗസ എന്ന് പറയപ്പെടുന്ന ആ സ്ഥലം നമുക്കറിയാം. ദൈവത്തിന് വേണ്ടി നാസീർ വ്രതം അനുഷ്ഠിക്കുവാൻ വേണ്ടി വേർതിരിച്ചതായിരിക്കുന്ന ശിംശോൻ ദൈവത്തിന്റെ പാതയിൽ നിന്ന് പിന്മാറിയപ്പോൾ ഗസ എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ക്ഷേത്രത്തിൽ കൊണ്ടുചെന്ന് ഇന്നത്തെ പാലസ്തീൻ എന്നറിയപ്പെടുന്ന അന്നത്തെ ഫിലിസ്തീർ തന്റെ 2 കരങ്ങളും തൂണോട് ചേർത്ത് വെച്ച് കെട്ടി തന്റെ കാണ് ചുഴന്നെടുത്തു. അരിമാവ് ആട്ടുന്ന അടിമവേലയിലേക്ക് താൻ മാറ്റപ്പെട്ടപ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ വളർന്നു വരുന്ന ആത്മിക സന്തതി ഇസ്രായേൽ അവന്റെ തലയെടുക്കുമെന്ന് ഒരിക്കലും തങ്ങൾ വിചാരിച്ചിരുന്നില്ല. ഇന്ന് നടക്കുന്ന അതിഗംഭീരമായിരിക്കുന്ന ഈ യുദ്ധം, ഇതിനെ പരാജയപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഈ വേദഭാഗം താഴേക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കുന്നത്, കുന്നിന്റെ മുകളിൽ കയറി നിൽക്കുന്ന മോശെ, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ജ്യേഷ്ഠ സഹോദരനും അളിയനും മോശയ്ക്ക് കരമുയർത്തുവാൻ കഴിയാതെ കരങ്ങൾ അബലമായപ്പോൾ അതിനെ താങ്ങി നിർത്തുവാൻ ദൈവം അപ്പുറത്തും ഇപ്പുറത്തും നിർത്തിയവർ മോശെ ഒരു കല്ലിനെ മേലിരുത്തി കരം ഉയർത്തിപ്പിടിച്ചു. ഇന്ന് ലോകത്തിൽ നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വത്തിന് കരം താങ്ങുവാൻ കൂടെ നിൽക്കുന്ന ഒരൊറ്റ വ്യക്തിത്വങ്ങൾ പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ കരങ്ങളെ താങ്ങുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, സർവശക്തനായിരിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ദൈവത്തിന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ മുൻപിൽ അമാലേക്കിൻ്റെതായിരിക്കുന്ന സൈന്യം നിരന്നു നിൽക്കുമ്പോൾ, ജീവിതത്തിന്റെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ, രക്ഷപ്പെടുത്തുവാൻ ആരും കഴിയാതെ വണ്ണം നിങ്ങൾ നിർനിമേഷരായി നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളെ സഹായിക്കുവാൻ ഇതാ ഒരു വലിയ ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം ചൊല്ലാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില വിടുതലിന്റെ രാത്രിയാണ്. മരണത്തോടും മല്ലടിച്ച് കിടക്കുന്ന അനേക ജീവിതങ്ങൾക്ക് മടങ്ങി വരുവാനുള്ള ഒരവസരം ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ വേർതിരിക്കുമ്പോൾ ഒരൊറ്റ തീരുമാനം മാത്രം ദൈവസന്നിധിയിൽ എടുത്താൽ മതിയാകും. ഈ അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗം പഠിച്ചു വരുമ്പോൾ നമ്മൾ പുറപ്പാട് പുസ്തകം 15:22 ചെല്ലുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അനന്തരം മോശെ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. 430 വർഷം വിടുതലില്ലാതിരുന്ന ജനം വിടുതൽ പ്രാപിച്ചു 1.5 മാസം കഴിഞ്ഞപ്പോൾ, കറക്റ്റ് 45 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ സീൻ മരുഭൂമിയിലേക്ക് എത്തുന്നത്. സീൻ മരുഭൂമിയും ശൂർ മരുഭൂമിയും പേരുകൊണ്ട് ഒന്ന് തന്നെയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ വെള്ളം കിട്ടാതെ വിശന്നു, വെള്ളം കിട്ടാതെ വലഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, മിസ്രൈമിൽ അവർക്ക് ധാരാളം വെള്ളമുണ്ടായിരുന്നു, പക്ഷേ കട്ട കുടിക്കുവാൻ അവർക്ക് വെള്ളം കിട്ടിയില്ല. പക്ഷേ വിടുതൽ പ്രാപിച്ച ജനം വെള്ളത്തിന് നടുവിലൂടെയാണ് അവർ കടന്നു വന്നത്. പക്ഷേ വെള്ളത്തിന് നടുവിലൂടെ വിടുതൽ പ്രാപിച്ച ജനത്തിന് ഇന്ന് മരുഭൂമിയിൽ ജലം കിട്ടാതെ ഭാരപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ജനമേ, മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഒരു കൂട്ടം ജനം ഇവിടെയുണ്ട്. അടിമച്ചങ്ങല പേറിയ ജനം അടിമച്ചങ്ങല ഒട്ടിച്ചെറിഞ്ഞുകൊണ്ട് കനാൻ നാടിനെ യാത്രയാക്കി. ആമേൻ. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ദാഹത്താൽ വലയുന്ന നിമിഷം, ഇന്ന് രാത്രി മരുഭൂമിയിൽ താമസിക്കുന്ന ദൈവജനങ്ങൾക്കറിയാം ജലത്തിന് ക്ഷാമം എന്തുമാത്രം. 3 ദിവസം ജലമില്ലാതെ ഭാരപ്പെട്ടു. ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ ജലം കിട്ടുന്നത് കിണറുകൾ വഴിയല്ല, പൈപ്പ് ലൈൻ വഴിയും അതുപോലെ തന്നെ പല മാധ്യമങ്ങളിലൂടെയാണ്. ഒരു ദിവസം രാവിലെയും വൈകിട്ടും പൈപ്പിൽ വെള്ളം വരാതിരുന്നു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 3 ദിവസം ജലമില്ലാതെ ജനം ഭാരപ്പെട്ടു. അത് ശൂർ മരുഭൂമി. അതിനുശേഷം 15-ാം അധ്യായം 23-ാമത്തിലെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മാറ എന്ന സ്ഥലം, മാറ കയ്പിന്റെ അനുഭവമാണ്. വായ്ക്ക് രുചി നൽകുന്ന, ശരീരത്തിന് ബലം നൽകുന്ന ജലം ഇല്ലാതെ ഭാരപ്പെട്ടവർ അടുത്ത പരീക്ഷണത്തിലേക്ക് എത്തിച്ചേരുന്നു. 15-ാം അധ്യായം 23-ാം വാക്യം, മാറയിലെത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല. വെള്ളമില്ലാതെ 3 ദിവസം ശൂർ മരുഭൂമിയിൽ അലയുന്നതായിരുന്നു മാറയിൽ വന്ന് വെള്ളം കിട്ടിയ കയ്പിനെ കുടിക്കുന്നതിനേക്കാൾ നല്ലത്. പ്രിയ ദൈവത്തിന്റെ പൈതലേ, എനിക്കും നിനക്കും വേണ്ടി വിടുതൽ നൽകുവാൻ കാൽവരി ക്രൂശിൽ എന്റെ യേശു കയ്പ് പാനീയം കുടിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. വിടുതൽ പ്രാപിച്ചു വരുന്ന ദൈവജനം മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഓരോന്ന് ഏറി വരുമ്പോൾ 430 വർഷം നീ അനുഭവിച്ച സങ്കടത്തിനപ്പുറത്ത് പാലും തേനും ഒഴുകുന്ന അനുഗ്രഹീത ദേശത്ത് കാലുകുത്തുവാനാണ് കൊണ്ടുവരുന്നതെന്ന് ആ ദർശനമുള്ളവർ പിറുപിറുക്കില്ല, അവർ പിന്തിരിഞ്ഞു നോക്കില്ല, അവർ കരയില്ല, അവർ ദുഃഖിക്കില്ല. ഇന്ന് രാത്രി ആരും കരയരുത്, ആരും ദുഃഖിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു കനാൻ തമ്പുരാൻ ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ മുൻപോട്ട് തന്നെ കാലുകൾ വെക്കണം. ഹല്ലേലൂയ. ഈ ദാഹത്തിന് നിങ്ങളെ കൊന്നു കളയുവാൻ കഴിയത്തില്ല, ഈ പട്ടിണി നിങ്ങളെ മരിപ്പിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുചെന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചാൽ 1 മാസം ജീവിക്കുവാൻ കഴിയുന്ന ശരീരത്തിലെ വൈറ്റമിനും പ്രോട്ടീനും തരുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. മാറ കയ്പിന്റെ അനുഭവം. നിന്റെ ജീവിതത്തിൽ വരൾച്ചയുടെ അനുഭവം ശൂരിലായിരുന്നുവെങ്കിൽ മാറയിൽ അത് കയ്പിന്റെ അനുഭവമാണ്. വീണ്ടും 15:27 അവർ എലീമിലെത്തിയപ്പോൾ അവർക്ക് 12 നീരുറവ കാണാൻ കഴിഞ്ഞു. അറേബ്യൻ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കറിയാം, സൗദി അറേബ്യ കഴിഞ്ഞ് അതിന്റെ ഏറ്റവും കോണിലേക്ക് ചെന്ന് സീനായ് മലയിലേക്ക് കാലുകുത്തുന്നതിന് ജദ്ദ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതിന്റെ ആ പ്രദേശമാണ് 12 നീരുറവകൾ, കാമേൻ 70 ഈത്തപ്പനയുള്ള സ്ഥലമായി ചരിത്രം പ്രസ്താവിക്കുന്നത്. അവർ അവിടെ വെള്ളത്തിനരികെ പ്രാളയമിറങ്ങി. രണ്ടാമത്തേത് മാറയുടെ അനുഭവം. മൂന്നാമത്തേത് അവർ എലീമിലെത്തി. അവിടെ നീരുറവുണ്ട്, അവിടെ ഈത്തപ്പനയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും വെള്ളത്തിനരികിൽ നിന്നാലും വെള്ളം കിട്ടാത്ത അനുഭവം.
16:1 വരുമ്പോൾ അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി, ആമേൻ, 2.5 മാസത്തോളം പിന്നിടുകയാണ്. അവരുടെ സംഘമൊക്കെയും എലീമിനും സീനായിക്കും മധ്യയുള്ള സീൻ മരുഭൂമിയിലെത്തി. ഇവിടെയാണ് ദൈവം കൽപ്പന കൊടുക്കുന്നത്. ദൈവത്തിന്റെ 10 കൽപ്പന നീ ഏറ്റുവാങ്ങണമെങ്കിൽ ശൂരിന്റെ അനുഭവമുണ്ട്. കൽപ്പന ഏറ്റുവാങ്ങണമെങ്കിൽ മാറയുടെ അനുഭവമുണ്ട്. കൽപ്പന ഏറ്റുവാങ്ങണമെങ്കിൽ എലീമിന്റെ അനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എല്ലായിടത്തും ആശ്വാസമായിരുന്ന മോശ കൽപ്പന കരങ്ങളിൽ കിട്ടിയപ്പോൾ ജനത്തിന്റെ പിറുപിറുപ്പുറത്ത് പർവ്വതത്തിന്റെ അടിവാരത്തിൽ ഇത് പൊട്ടിച്ചു കളഞ്ഞു. ലീഡേഴ്സ്, ആമേൻ, പാസ്റ്റേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവസഭയിലെ ജനങ്ങൾ ചിതറി പിറുപിറുത്തു പിണങ്ങി എന്ന് വിചാരിച്ച് തമ്പുരാൻ തന്ന കൽപ്പനകൾ ആമേൻ എറിഞ്ഞു പൊട്ടിക്കരുത്. ഇന്നും ലോകരാജ്യത്തെ ഒരു ഭരണകൂടങ്ങളും സ്ഥിരമായി തീരാത്തതിന്റെ കാരണം തമ്പുരാൻ നൽകിയ ഒറിജിനൽ കൽപ്പന ഒരു ലീഡർ അത് പൊട്ടിച്ചു കളഞ്ഞു. ആമേൻ. ഇന്നുണ്ടാകുന്നത് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് കൽപ്പനകളാണ്. ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുവാൻ ആരുമില്ല. ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ ആരുമില്ല. സത്യത്തെ ഫോളോ ചെയ്യുവാൻ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. 17-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം, ഇവിടെ പറഞ്ഞിരിക്കുന്നു സംഘം. ഈ പദം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. സംഘം വേറെ, സഭ വേറെ. ഇന്ന് ആത്മിക ലോകത്ത് സഭയെ കാണാനില്ല, സംഘമുണ്ട്. സംഘത്തിൽ സംഘപരിവാർ ഉണ്ടാകാം, സംഘത്തിൽ അനേകം മീമാംസകൾ ഉണ്ടാകാം, പ്രോഗ്രാം ഉണ്ടാകാം, സെമിനാർ ഉണ്ടാകാം. പക്ഷേ സഭയിൽ നടക്കേണ്ടത് വിശുദ്ധന്മാരുടെ കൂട്ടം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? ഏക മനസ്സോടെ ആരാധിക്കണം. എല്ലാം പൊതുവക എന്നെണ്ണണം. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. ഒരുവനോട് ഒരുവൻ ക്ഷമിക്കണം. അതാണ് സഭ. ക്ഷമിക്കാൻ കഴിയാതെ അന്യോന്യം അശടിപ്പ്, ശണ്ടയുണ്ടാക്കി ഐക്യതയില്ലാതെ പോകുന്നത് സംഘമത്രേ. ദൈവസഭയുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ അവർ രഫീദീമിൽ എത്തി. ശൂർ, മാറ, എലീം, സിനായി, അടുത്ത സ്ഥലമാണ് രഫീദീം. യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. തമ്മിൽ പിണങ്ങയും പിറുപിറുത്തും വരുന്ന ജനത്തിന് ശത്രുവിനോട് എങ്ങനെ എതിർത്തു നിൽക്കുവാനായിട്ട് കഴിയും? ഇവിടെ നമ്മൾ വായിക്കുകയാണ് പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. രഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ശൂർ മരുഭൂമിയിൽ യുദ്ധമില്ല, മാറായിൽ യുദ്ധമില്ല, എലീമിൽ യുദ്ധമില്ല, സീനായിൽ യുദ്ധമില്ല. പക്ഷേ രഫീദീമിൽ യുദ്ധമുണ്ട്. ആമേൻ. വിശന്ന് ആഹാരം കഴിക്കാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, ഉണങ്ങിയ വയറ്, ആമേൻ, ഒട്ടിയ കവിൾ, ശരീരത്തിൽ ഒട്ടും ജലാംശമില്ലാതെ കടന്നു വരുന്ന ജനം ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുകയാണ്. നമ്മുടെ ഭാരതം പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, റഷ്യ മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, ഇസ്രായേൽ ഹമാസുമായി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധത്തിന് സന്നാഹമുണ്ട്. യുദ്ധത്തിന് അതിൻ്റെതായിരിക്കുന്ന ടെക്നിക്സ് ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിരിക്കണം. പ്രായോഗിക പരിശീലനമുണ്ട്, ആയുധ അഭ്യാസമുണ്ട്. ഇതൊക്കെ വേണം. പക്ഷെ ഇതൊന്നുമില്ലാത്ത ജനത്തോട് ഇപ്പോൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വരികയാണ്. എല്ലാ യുദ്ധത്തിന്റെ തന്ത്രങ്ങളും അറിയാവുന്ന അമാലേക്യ സൈന്യമാണ് ഇപ്പോൾ നിരന്നു നിൽക്കുന്നത്. ഇപ്പോൾ യോശുവ വായ് തുറന്ന് സംസാരിക്കുന്നു. അപ്പോൾ മോശെ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത്, യുദ്ധം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വേണം, യുദ്ധം ചെയ്യണമെങ്കിൽ അഭ്യാസം ചെയ്തവർ വേണം, യുദ്ധം ചെയ്യണമെങ്കിൽ ആയുധ കരുത്തുള്ളവർ വേണം, യുദ്ധം ചെയ്യണമെങ്കിൽ ആമേൻ അതിന് പ്രത്യേക അഭ്യാസം തീർന്നവർ വേണം.
ദൈവത്തിന് സ്തോത്രം. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല എന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ശത്രുവിനോട് പോരാടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പോരിന്റെ ആയുധങ്ങളല്ല, ദൈവത്തിന്റെ കൃപയാണ് ആവശ്യം, ദൈവത്തിന്റെ അഭിഷേകമാണ് ആവശ്യം. ദൈവത്തിന് സ്തോത്രം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ച ഒരു ചെറിയ എഴുത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, ഒരു നല്ല പ്രാർത്ഥനാ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുന്നത് അവസാനിപ്പിക്കും, എന്നാൽ പാപം ചെയ്യുന്ന ഒരുവൻ പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കും. ഇന്ന് പ്രാർത്ഥിക്കുവാൻ അവസരം കൊടുത്താൽ പലർക്കും പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുന്നത് ഉള്ളിലെവിടെയോ മറഞ്ഞു കിടക്കുന്ന ചില പാപം. ആമേൻ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മവചനത്തിലൂടെ പറയുന്നു, ഞാൻ പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ സ്വരമാധുര്യത്തോടെ, വ്യാകരണ ശൈലിയോടെ, ആശയ ഗാംഭീര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ ദൈവത്തിന്റെ വചനത്തിൽ ശക്തമായി ഒരു ദൂത് പറയട്ടെ, ഞാൻ പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്റെ ഇഷ്ടം ചെയ്ത് എന്റെ ഹിതം നിവർത്തിക്കുന്നവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കും. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ മനുഷ്യനായ ആ ഭക്തൻ പറഞ്ഞു, ഒരുവൻ പ്രാർത്ഥിക്കുന്ന ഒരുവൻ പാപത്തോട് വിട പറയുകയാണ്, പക്ഷെ പാപം ചെയ്യുന്നവൻ പ്രാർത്ഥനയോടും വിട പറയും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ അവസരമുണ്ടാകുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറുള്ളവരായി തീരണം. ഇവിടെ മോശ പറഞ്ഞു, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യാം. അമാലേക്കിനോട് യുദ്ധം ചെയ്യണം. ആരാണ് ഈ അമാലേക്ക്? ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 36 അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലിഫാസിന്റെ വെപ്പാട്ടി ആയിരുന്നു. നമുക്കറിയാം ഈ പാരമ്പര്യം എവിടുന്നാണ്. ഏശാവ്, യാക്കോബ്, ഇസ്രായേലിന്റെ സഹോദരനാണ് ഏശാവ്. പക്ഷേ സഹോദരന്റെ വെപ്പാട്ടിയായിരുന്ന തിമ്ന എന്നവളിൽ ജനിച്ച പുത്രനാണ് അമാലേക്ക്. അവൾ എലിഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യയായ ആദയുടെ പുത്രന്മാർ. ഇന്ന് മനസ്സിലാക്കണം, ഹാമാസ് എന്ന പേരിൽ നാം വിളിപ്പേര് പറയുന്ന ഹാമാസ്, അവർ ശരിക്കും അമാലേക്കരാണ്. അവരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയണമെന്ന് യോശുവയുടെ കാലം മുതൽ ദൈവം ആവശ്യപ്പെടുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗൽ, അവൻ ശമൂവേൽ അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്തേക്കാക്കുമ്പോൾ നമുക്കറിയാം ഇത് ദൈവത്തിന്റെ ഇഷ്ടമല്ല, ജനത്തിന്റെ താല്പര്യമാണ്. മറ്റുള്ള ജാതികളെ പോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ഇന്ന് ദൈവസഭയും ആവശ്യപ്പെടുന്നതാണ് അഭിഷക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാരെ അല്ല. അവർക്ക് ആവശ്യം, ദൈവത്തിന് സ്തോത്രം, ലോകത്തിന്റെ അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവരെയാണ് ആവശ്യം. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു വേർതിരിച്ചത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ദൈവജനത്തെ പാപത്തിന്റെ പാതാള പരദീസയിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമായി തീരരുത്. ഹാമാസ്, അമാലേക്കിൻ, അവന്റെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും മാറ്റിക്കളയണം. പക്ഷേ ഒന്നാമത്തെ രാജാവായിരിക്കുന്ന ശൗല് തടിച്ചതിനെയും കൊഴുത്തതിനെയും ഉരത്തതിനെയും എല്ലാം മാറ്റി നിർത്തി. ദൈവത്തിന് സ്തോത്രം. രാജാവ് യാഗവേദിയിൽ വരരുത്. യാഗവേദിയിൽ വരേണ്ടത് പുരോഹിതനാണ്, അത് ശമൂവേലാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം വരേണ്ടതായിരിക്കുന്ന ശമൂവേലിനെ 7 ദിവസം കാത്തിരിക്കുവാൻ വിസമ്മതിച്ചതായിരിക്കുന്ന ശൗൽ കേറി യാഗം കഴിച്ചു. സഭാപ്രസംഗിൽ വായിക്കുന്നു, ദുഷ്ടൻ യാഗം കഴിക്കുന്നതിനേക്കാൾ ദൂരെ നിന്ന് കേൾക്കുന്നത് നല്ലത്. യാഗപീഠത്തിന്റെ മേൽ ദൈവം ആഗ്രഹിക്കാത്തവർ വരരുത്, ദൂരെ നിൽക്കണം. അത് ദൈവത്തിന്റെ ആജ്ഞയാണ്. ഇന്ന് രാത്രി അതിശക്തമായ ഒരു ദൂത് പറയട്ടെ, യാഗവേദിയിൽ എല്ലാവരും വരരുത്. അത് വിശുദ്ധ സ്ഥലമാണ്. ആമേൻ, സ്തോത്രം. സമാഗമന കൂടാരത്തിൽ പോലും വർഷത്തിൽ ഒരിക്കൽ മാത്രം കടന്നു വരേണ്ട പുരോഹിതന്റെ നടുവിൽ ഒരു അരക്കെട്ടിൽ നിന്നും ഒരു ചങ്ങല പ്രാകാരത്തിന് പുറത്തു വരെ. കാരണം മഹാപുരോഹിതനാണെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യനാണ്. പാപം ചെയ്ത് തിരുനിവാസത്തിൽ മരിച്ചു വീണാൽ സാധാരണപ്പെട്ടവൻ അകത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയത്തില്ല. ചങ്ങല വലിച്ച് പുറത്തു കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അനീതിയുള്ളവൻ അവൻ യാഗപീഠത്തോട് അടുക്കരുത് എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. നീ ആളുകളെ തിരഞ്ഞെടുത്ത്
ആമാലേക്കിനോട് യുദ്ധം ചെയ്യാം. നമുക്കറിയാം, സ്തോത്രം, ആഗാഗിനെ വെട്ടിക്കൊന്നു, മരത്തിന്റെ മേൽ തൂക്കിക്കൊന്നു, സന്ധ്യയായപ്പോൾ കുഴിച്ചിട്ടു. യോശുവ ആരാണ്? ഇസ്രായേൽ ജനം മിസ്രൈം ദേശത്ത് കഷ്ടം അനുഭവിക്കുമ്പോൾ LKG പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു യോശുവ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 16-ാം വാക്യത്തിൽ യോശുവയുടെ ഒറിജിനൽ പേര് ഹോസിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് പ്രകാരം താൻ യോശുവയല്ല, അദ്ദേഹം ഹോശിയയാണ്. നിങ്ങൾക്കറിയാം, ഹോശയ എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ ജസ്രീലിനെ കുറിച്ച് പ്രവചിച്ച പ്രവചനങ്ങൾ, ആമേൻ സ്തോത്രം, ആഭിചാര സന്തതികളെ പോലെ ഇസ്രായേൽ ജനം വഴിതെറ്റിപ്പോയ പ്രവചനം നടത്തിയ വ്യക്തിയായിരുന്നു ഹോശയ. അതേ പേരിനാൽ അറിയപ്പെട്ട വ്യക്തിയായിരുന്നു യോശുവ. മോശ നേതൃത്വത്തിലേക്ക് വരുമ്പോഴും ആ കൂട്ടത്തിലെ ഒരു ന്യൂജൻ പോലെ, ഒരു ന്യൂ ജനറേഷൻ പോലെ ഒരു യൗവനക്കാരനായിരുന്നു യോശുവ. ഇസ്രായേൽ ജനം കഷ്ടപ്പെടുമ്പോൾ, അവർ വെള്ളമില്ലാതെ വരളുമ്പോൾ, ആഹാരമില്ലാതെ വിഷമിക്കുമ്പോൾ, പിറുപിറുക്കുമ്പോൾ, മോശ എന്ന നേതൃത്വത്തിനെതിരെ കരമോങ്ങുമ്പോൾ, എന്നെസും എംബ്രയോസും ആമൻ ദൈവത്തിന്റെ പുരുഷനായിരിക്കുന്ന മോശയ്ക്കെതിരെ കരമുയർത്തി. കോരഹദാദാൻ അബീരാം മോശയ്ക്കെതിരെ കരമുയർത്തി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരനായിരുന്നു ഹോസിയ എന്ന യോശുവ. ഇപ്പോൾ മോശ പ്രായമായി, കരം പോലും ഉയർത്തുവാൻ കഴിയാത്തവന് കരത്തിൽ ഖഡ്ഗമെടുക്കുവാൻ എങ്ങനെ കഴിയും? സ്വന്തം കരമുയർത്തുവാൻ കഴിയാത്തവന് ശത്രുവിനെതിരെ വാളോക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കൂടെ കഴിഞ്ഞ ചില ദീർഘവർഷങ്ങളായി പിന്തുടർന്നു വന്ന ഒരു അനുചരനുണ്ടായിരുന്നു, ഹോസിയ എന്ന് പറയപ്പെടുന്ന യോശുവ. ഇന്ന് പലപ്പോഴും ദൈവദാസന്മാരോടുകൂടെ സഭയിൽ ചെറുപ്പക്കാരുണ്ട്, അഭിഷക്തന്മാരുണ്ട്. കുഞ്ഞുങ്ങളുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണം, അവരെ അഭിഷേകത്തിൽ വളർത്തണം. ദൈവദാസന്മാർ പ്രായമാകുമ്പോൾ, അവർക്ക് ശുശ്രൂഷിക്കാൻ കഴിയാതെ വരുമ്പോൾ, എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ, ചിലരെ അഭിഷേകം ചെയ്ത് ദൈവസഭയ്ക്ക് വേണ്ടി നിലനിർത്തണമെന്ന് ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് കഴിയാത്തതിനെ ചെയ്യുവാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. ചെറുപ്പക്കാരനാ, നല്ല അഭ്യാസിയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ആമേൻ, ഇസ്രായേൽ ജനം യോർദാൻ കടന്നപ്പോൾ, യോർദാൻ അക്കരെയുള്ളവർ, യോർദാൻ ഇക്കരെയുള്ളവർ, യോർദാൻ അക്കരെ 2.5 ദേശം ദൈവജനത്തിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ബാക്കിയുള്ള 9.5 ദേശത്തെ ചീട്ടിട്ട് വിഭാഗിച്ച് ഇസ്രായേലിലെ 9.5 ഗോത്രങ്ങൾക്ക് കൊടുത്ത അമൂല്യ വ്യക്തിയാണ് യോശുവ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കൂടെ നടക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, അവരെ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയിലേക്ക് വരുത്തുവാൻ ഇന്ന് രാത്രി ദൈവത്തിന് താല്പര്യമുണ്ട്. പലരും തൊട്ടു പിന്നാലെ, ദൈവദാസന്മാരുടെ തൊട്ടു പിന്നാലെ യാത്ര ചെയ്യുന്നുണ്ട്. അവർ അഭിഷേകന്മാരാണ്. അടുത്ത ഒരു തലമുറയിൽ, ഈ വരുന്ന അടുത്ത ആസന്ന ഭാവിയിൽ ദൈവനാമ വാളെടുത്തു പൊരുതുവാൻ, ദൈവത്തിന് സ്തോത്രം, ശത്രുവിനെതിരെ ഖഡ്ഗമെടുക്കുവാൻ ദൈവം അവരെ അഭിഷേകം ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. നാളെ ഞാൻ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കും. സ്തോത്രം. മോശയോട് പണ്ട് കൊടുത്തൊരു ടെസ്റ്റാ. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ നീ പോകണമെങ്കിൽ നിന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത്? വിടുവിക്കണമെങ്കിൽ കയ്യിൽ എന്തെങ്കിലും വേണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കണമെങ്കിൽ ബാലന്റെ കയ്യിൽ എന്തെങ്കിലും വേണം. ദൈവത്തിന്റെ പൈതലേ, 10 ലക്ഷം രൂപയുണ്ടെങ്കിലേ ശുശ്രൂഷ തുടങ്ങാൻ പറ്റൂ എന്ന് ചിന്തിക്കരുത്. നിന്റെ കയ്യിലുള്ള ചെറിയ റിസോഴ്സസ് മതി. അത് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൈമാറുമ്പോൾ വേല വിശാലമാകും. ദൈവസഭയെ തമ്പുരാൻ വളർത്തും. പ്രാർത്ഥന കൂട്ടായ്മയെ ദൈവം വളർത്തും. ഉള്ളതിനെ തമ്പുരാന്റെ കരങ്ങളിൽ കൈമാറണം. ദൈവം ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. മോശെ, നിന്റെ കരം കുഴഞ്ഞതാ, നിന്റെ കരം അനക്കാൻ കഴിയത്തില്ല, അത് ഉയർത്താൻ കഴിയത്തില്ല. പക്ഷേ നിന്റെ കരത്തിൽ ഞാൻ തന്നൊരു വടിയുണ്ട്, അത് നീ ഉയർത്തണം. ദൈവത്തിന് സ്തോത്രം. ഈ വടി ഉയർത്തിയപ്പോൾ, വടി നീ ഉയർത്തിയപ്പോൾ മിസ്രൈമിന്റെ സർപ്പങ്ങളെ അത് വിഴുങ്ങിക്കളഞ്ഞതാ. മിസ്രൈമിനെ തകർത്തതാണത്. ദൈവത്തിന് സ്തോത്രം. വിടുവിക്കപ്പെട്ട ജനത്തിനെതിരെ ചെങ്കടലിനെ വ്യാപിച്ചപ്പോൾ, ആമേൻ, ആയുധ കരുത്തുകൊണ്ടല്ല, നിന്റെ കരത്തിലെ ഉണങ്ങിയ വടിയാണ് ഞാൻ ഉപയോഗിച്ചത്. ഈ വടി നീ ഉയർത്തുമ്പോൾ
നിന്റെ മുമ്പിലിരിക്കുന്ന എത്ര വലിയ അമാല്യക്കനെ ഇത് മാറ്റിക്കളയും. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു നിന്റെ ആത്മിക ജീവിതത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചെങ്കടലിനെ ഇന്ന് രാത്രി ഈ പ്രാർത്ഥന ആമേൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന മുൻപ് നിന്റെ ജീവിതത്തിൽ വിടുതലാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഏത് വിഷയത്തിലൂടെ ദൈവത്തില് നീ പ്രാർത്ഥിക്കുന്നുവോ, മരണത്തിൽ നിന്ന് ജീവനെ മടക്കി വരുത്തണമോ, ഇന്ന് രാത്രി തമ്പുരാന് കഴിയും. പക്ഷേ ദൈവം നിനക്ക് തന്ന ആ വടിയെ നീ ഒന്ന് ഉയർത്തണം. ഒരു പക്ഷേ അത് ഉണക്ക വടിയായിരിക്കാം, പക്ഷെ തമ്പുരാൻ തന്നതാണെങ്കിൽ അത് ഉയർത്ത്. ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ വിടുവിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. താഴോട്ട് വായിക്കുകയാണ്. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. അമാലേക്കിനോട് പൊരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിന്റെ മുകളിൽ കയറി. പ്രായമുള്ളവർ കുന്നിന്റെ മുകളിൽ, ആരോഗ്യമുള്ള ചെറുപ്പക്കാർ താഴ്വരയിൽ. ദൈവത്തിന് സ്തോത്രം. ഓ ഹല്ലേലൂയ. ഞാനിതിനെ താഴ്വര എന്ന് പറയത്തില്ല. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു താഴ്വരയുണ്ട്, ഒരു താഴ്വരയുണ്ടെങ്കിൽ ഒരു കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീർ താഴ്വരയിൽ കൂടി നീ നടന്നു പോയാലും അതിനെ ജലാശയമാക്കി മാറ്റും. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തരും. ഇന്ന് രാത്രിയിൽ കണ്ണുനീരിന്റെ താഴ്വരയിൽ നിൽക്കുന്ന ചില വ്യക്തികളോട് പറയുന്നു, നീ മുൻപോട്ട് നോക്കുമ്പോൾ അതൊരു താഴ്വരയാ. ആത്മാവിൽ നീ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ അതൊരു കുന്നായി മാറും. നീ കുന്നിന്റെ മുകളിലേക്ക് കയറ്. ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് പർവ്വതങ്ങളാ. പർവ്വതങ്ങളുടെ ശിഖരങ്ങളിലാണ് തമ്പുരാന്റെ ആത്മാവ് ഇറങ്ങുന്നത്. ഇന്ന് രാത്രി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, സാമ്പത്തിക ഞെരുക്കത്താൽ മക്കളുടെ വിഷയത്തിൽ ഭാരപ്പെട്ട് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ വിദേശ യാത്ര, അവരുടെ ജോലി പലതും നഷ്ടപ്പെട്ടു. നീ പ്രതീക്ഷിച്ച പലതും നിനക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയാതെ നീ അലറി കരയുമ്പോൾ നിന്നോട് പറയുന്നു, നീ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ. നിനക്ക് കാണുവാൻ കഴിയുന്നത്, നിനക്ക് വേണ്ടി കരമുയർത്തി നിൽക്കുന്ന ഒരു മോശയെ കാണാൻ കഴിയും. യെസ്, ഇന്ന് രാത്രി ദൈവാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി കരമുയർത്തിയ ഒരു തമ്പുരാനെ ഇന്ന് രാത്രി കാണുവാനായി കഴിയും. സ്തോത്രം. കരമുയർത്തുവാൻ നിവൃത്തിയില്ലാത്തതായിരിക്കുന്ന മോശ വിഷമിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് വാക്യം? മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കരം താഴ്ത്തുമ്പോൾ അമാലേക്ക് ജയിക്കും. ഇവിടെ ജയവും തോൽവിയല്ല, രണ്ട് വിജയങ്ങളാ. ഇന്ന് രാത്രി ഗതസമന ചർച്ചയിൽ നിങ്ങൾ രണ്ട് വിജയങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നതെന്ന് ദൈവാത്മാവ് പറയുന്നു. നിങ്ങളുടെ കരം ഉയർന്നിരുന്നാൽ, ഐക്യതയോടുകൂടെ നിങ്ങളുടെ കരം ഉയർന്നിരുന്നാൽ നിങ്ങൾ ജയിക്കാം. നിങ്ങളുടെ കരം താഴുമ്പോൾ മറ്റൊരുവൻ പ്രതിയോഗി, അവൻ ജയിക്കും. ശത്രു ജയിക്കണമോ, നിങ്ങൾ ജയിക്കണമോ, ഇന്ന് രാത്രി ചിന്തിക്കാം. അതുകൊണ്ട് വിശുദ്ധന്മാർ എല്ലായിടത്തും കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒരു തീരുമാനം നിങ്ങൾ എടുക്കുന്നുവെങ്കിൽ മരണത്തിന്റെ അടിത്തട്ടിൽ പോയ ചിലതിനെ ദൈവാത്മാവ് പിടിച്ചു വരുത്താൻ പോകുകയാ. ഹല്ലേലൂയ. ലാസറിനെ ഉയർപ്പിച്ചവൻ 3 ദിവസം പ്രതീക്ഷിച്ചു. ദൈവാത്മാവ് ചിലരോട് സംസാരിക്കുന്നു. 3 ദിവസം വരെ പ്രതീക്ഷിച്ചു ലാസർ ഒന്ന് ഉയർക്കും. ഹല്ലേലൂയ. യഹൂദന്റെ പ്രതീക്ഷ 3 ദിവസം വരെ ആത്മാവ് ഇതിനെ വട്ടമിട്ട് പറക്കും. 4-ാം ദിവസം ഇതിലേക്ക് വരും. തമ്പുരാൻ കാത്തിരുന്നു. ലോകത്തിന്റെ പ്രതീക്ഷ അസ്തമിക്കുമ്പോൾ തമ്പുരാൻ നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കും. ഹൃദയത്തെ തന്നവൻ ഹൃദയത്തോടും, കിഡ്നിയെ തന്നവൻ കിഡ്നിയത്തോടും, തലച്ചോറിനെ തന്നവൻ തലച്ചോറിനത്തോടും. ഇന്നു രാത്രി യേശുവിന്റെ നാമത്തിൽ receive the power, receive in the name of Jesus. ദൈവം നിങ്ങളെ തൊടുന്ന രാത്രിയാണിത്. അത്ഭുതങ്ങളുടെ രാത്രിയാണ്, വിടുതലിന്റെ രാത്രിയാണ്. ഹല്ലേലൂയ. ഇത് വെറും കേവലം ഒരു മീറ്റിംഗ് അല്ല. ഇന്ന് രാത്രി ചിലതിനെ തീയിൽ നിന്ന് വലിച്ചെടുക്കുകയാണ്. ചില മാരക പ്രശ്നത്തിന് നടുവിൽ നിന്നും ദൈവം നിങ്ങളെ വലിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ കരം ഉയർന്നിരിക്കട്ടെ. ഹല്ലേലൂയ. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ ഭാരം തോന്നിയ മോശയുടെ കൈക്ക് ഭാരം തോന്നി. ഈ ഭാരം അറിഞ്ഞപ്പോൾ ഒരു സൈഡിൽ നിന്ന ജ്യേഷ്ഠ സഹോദരൻ, തന്നെക്കാൾ 3 വയസ്സിന് മൂത്ത പ്രായമുള്ള വ്യക്തിയാണ്, ഇളയ സഹോദരന്റെ കൈ തളർന്നപ്പോൾ 3 വയസ്സൂടെ മൂപ്പരായുടെ വ്യക്തി എത്രമാത്രം തളരണം. പക്ഷേ ആ കൈ താങ്ങുവാൻ ആ പ്രായം തന്നെ സമ്മതിച്ചു. ഇന്ന് രാത്രി എത്ര പേർക്ക് ഒരു വ്യക്തിയുടെ വിജയത്തിന് വേണ്ടി അവരുടെ കൈ ഒന്ന് താങ്ങിക്കൊടുക്കുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? ഒന്ന് ചെയ്താൽ മതി. ദൈവജനത്തിന് വിടുതലിന് വേണ്ടി അവരുടെ കരമൊന്ന് താങ്ങിയാൽ മതി. ദൈവത്തിലെ വിടുതലാ. ഇന്ന് രാത്രി വിടുതലാണെന്ന് ദൈവാത്മാവ് പറയുന്നു. കരമൊന്ന് താങ്ങിക്കൊടുത്താൽ മാത്രം മതി. കൂടുതലൊന്നും ചെയ്യണ്ട. ലക്ഷങ്ങളുടെ കൈമാറ്റം ചെയ്യണ്ട, ലക്ഷങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണ്ട. ആത്മാവിൽ നിങ്ങളുടെ കരമൊന്ന് താങ്ങിയാൽ അത് വിടുതലായി മാറും. ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രിയാ.
കരത്തിന് ഭാരം തോന്നി. ഒരു വശത്ത് അഹരോനും മറുഭാഗത്ത് ഹൂരും. രണ്ടുപേർ നിന്ന് കരം താങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചെറിയ കഥ ഇപ്പോഴും പറയുക. ഞാനൊരു സ്കൂളിലെ അധ്യാപകൻ കൂടെയാണ്. ഒരു ചർച്ചിന്റെ പാസ്റ്ററാണ്, ബൈബിൾ കോളേജിലെ അധ്യാപകൻ. പല നിലകളിൽ കർത്താവ് ഉപയോഗിക്കുന്നു. പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ഇന്റർനാഷണൽ സ്കൂളിൽ 12th പഠിക്കുന്ന കുട്ടികൾ, NCCക്ക് ജോയിൻ ചെയ്ത കുട്ടികൾ, അവരെ നിരനിരയായി നിർത്തി പരേഡ് ചെയ്തപ്പോൾ ഒരു കുട്ടി അലക്ഷ്യമായി നിന്നു. പഞ്ചാബിൽ നിന്ന് വന്ന ഒരു കമാൻഡർ ആ കുട്ടിയെ മുൻപോട്ട് വിളിച്ചു, അവനെ വഴക്ക് പറഞ്ഞു. അതിനുശേഷം ആ കുട്ടിയെ മുൻപോട്ട് നിർത്തിയിട്ട് 2 കരങ്ങളും 2 ഭാഗത്തേക്ക് നിവർത്തി നിർത്തി. നിങ്ങൾ വീട്ടിൽ ചെന്ന് പരീക്ഷിച്ചാൽ മതി. 2 കരങ്ങൾ നിവർത്തി ഒരു 3 മിനിറ്റ് നേരം പിടിച്ചു നിൽക്കാമെങ്കിൽ ഒരു നല്ല സമ്മാനം ഞാൻ നിങ്ങൾക്ക് നൽകാം. വിളിച്ചു പറഞ്ഞാൽ മതിയാകും. 2.25 മിനിറ്റ് ആയപ്പോൾ കുഞ്ഞിയുടെ കൈത്തോളിന്റെ പലക പൊട്ടി ഇളകുകയാണ്. കാരണം ആ കുട്ടി പിന്നീട് പറഞ്ഞത്, തോൾ പലകിൽ നിന്റെ കൈ ഇറന്നു പോയി എന്ന് എനിക്ക് തോന്നി, അത്ര വേദന. അങ്ങനെയെങ്കിൽ 48 മണിക്കൂർ വേണ്ട, 24 മണിക്കൂർ സൂര്യൻ അസ്തമിക്കാതെ നിൽക്കണമെങ്കിൽ മോശയുടെ കരം ഉയർത്തണം. പക്ഷേ നിന്റെ ആരോഗ്യം നിന്നെ അനുവദിക്കുന്നില്ല. നിനക്ക് ക്ഷീണമുണ്ട്, അറ്റാക്കാണ്, കിഡ്നിയുടെ പ്രോബ്ലമാണ്, തലച്ചോറിന്റെ പ്രശ്നമാണ്. പക്ഷേ തമ്പുരാൻ പറയുന്നു കരം ഉയർത്താൻ. അപ്പച്ചൻ പറഞ്ഞാലൊന്ന് ഉയർത്താമോ? നീ മനസ്സുകൊണ്ട് തയ്യാറായാൽ നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 പേരെ ദൈവമൊരുക്കും ഉയർത്തി നിർത്താൻ. ജനകസി ഇന്ന് രാത്രി നിങ്ങളുടെ കരത്തെ ഉയർത്തുവാൻ 2 പേർ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെങ്കിൽ ഒരു സമൂഹത്തിന്റെ വിടുതല ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ. ഗതസമന ചർച്ചിന്റെ സമ്പൂർണ്ണ വിടുതൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ജനകസി ഇന്ന് നിങ്ങളുടെ വിടുതല. പക്ഷേ പലതും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രായമായിരിക്കാം, നിങ്ങളുടെ ശാരീരിക അസ്വസ്ഥതയായിരിക്കാം, നിങ്ങളുടെ ഞരമ്പുകൾ, നിങ്ങളുടെ നാഡികൾ, നിങ്ങളുടെ അസ്ഥികൾ, നിങ്ങളുടെ ജോയിനുകൾ നിങ്ങളെ സമ്മതിക്കുന്നില്ല. പക്ഷെ തമ്പുരാൻ പറയുന്നു കരം ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ താങ്ങി നിർത്തുവാൻ 2 പേരെ അപ്പുറത്തും ഇപ്പുറത്തും തമ്പുരാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. മോശ കരം ഉയർത്തിപ്പിടിച്ചു. സൂര്യൻ അസ്തമിക്കാതെ നിന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ വിജയം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ സമയം ഇവിടെ അവസാനിക്കുവാൻ 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എത്രയും വേഗം ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. സീനായി പർവ്വതത്തിന്റെ ഒരു കുന്നിന്റെ വശത്ത് മോശ കരമുയർത്തിയപ്പോൾ ഇസ്രായേലിന് ജയം വന്നു എങ്കിൽ ആ പർവ്വതത്തിൽ നിന്നും നേരെ 180 ഡിഗ്രി തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന മലയാണ് കാൽവറി മല. യെസ്, ഗതസമനയിൽ നിന്നും യേശു തമ്പുരാൻ അടുത്ത യാത്ര ചെയ്ത ജംഗ്ഷനാണ് കാൽവറി. ഗതസമന ചർച്ചയിൽ നിങ്ങൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് സീനായിലേക്കല്ല പോകുന്നത്, നിങ്ങൾ പോകുന്നത് കാൽവറിയിലേക്കാ. അവിടെ എന്ത് കാണാൻ കഴിയും? 2 കൈകളും ക്രൂശിന് മേൽ വിരിച്ചു നിൽക്കുന്ന യേശുവിനെ ഇടത്തും വലത്തും താങ്ങി നിർത്തുവാൻ മോശയും ഹൂരുമല്ല, കേവലം 2 ആണികൾ മാത്രം. ഇന്ന് രാത്രി ദൂത് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എന്റെയും നിന്റെയും വിടുതലിന് വേണ്ടി യേശു തമ്പുരാന്റെ കരം താങ്ങുവാൻ ലോകത്തിൽ പരീശന്മാർ, ന്യായശാസ്ത്രിമാർ, സദൂക്യർ ആരുമില്ല. ദൈവമേ, നിന്റെ ദുഃഖത്തിൽ നിന്റെ കരം താങ്ങി നിന്നെ ഒന്ന് ജയിപ്പിക്കുവാൻ നിന്റെ സഭക്കാരും കൂട്ടായ്മ ഇല്ലായിരിക്കാം, രക്തബന്ധമില്ലായിരിക്കാം, ആരുമില്ല എന്ന് നിനക്ക് തോന്നുമ്പോൾ ഹല്ലേലൂയ, ഇടത്തും വലത്തും 2 കള്ളന്മാർ, ഒരുത്തൻ പഴിക്കുന്നു, ഒരുത്തൻ ഏറ്റു പറയുന്നു. ദൈവമേ, നിന്റെ സങ്കടത്തിന്റെ നടുവിൽ ആണികൾ താങ്ങുന്ന കരം വേദനിക്കുന്നുണ്ടല്ലേ? യെസ്, അനക്കുവാൻ കഴിയാത്ത കരത്തിന്റെ നടുവിൽ, ചലിക്കുവാൻ കഴിയാത്ത വേദനയുടെ നടുവിൽ രക്തം വാർന്നു ഒഴുകുമ്പോൾ ആ രക്തം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ വിടുതലിന് വേണ്ടിയായിരുന്നു. നമുക്കിന്ന് പ്രാർത്ഥിക്കാം, തമ്പുരാനെ, നിന്റെ ആ കരത്തിൽ നിന്നും ഇറ്റ് വീഴുന്ന രക്തം എന്റെ ശരീരത്തിലേക്ക് വീഴണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിൽ. മരണത്തോട് മല്ലടിക്കുന്ന വ്യക്തി ജീവനമേ, കാൽവറി ക്രൂശിൽ നിന്നും ഒഴുകി വീഴുന്ന തമ്പുരാന്റെ രക്തം നിന്റെ ശരീരത്തിലേക്ക് വീഴുവാൻ
ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് രാത്രി. എലോഹി എലോഹി ലമ്മാ ശബക്താനി എന്ന് പറഞ്ഞ് രണ്ട് കരങ്ങളും ആമേൻ ആ പച്ച പൈൻമര കുരിശിൽ താൻ വിരിച്ചു. എന്തിനു വേണ്ടി? മുഴു ലോകത്തിന്റെയും വിജയത്തിന് വേണ്ടി. യേശു കരമുയർത്തിയപ്പോൾ പരാജയപ്പെട്ടത് അമാലിക്കൻ മാത്രമല്ല, സമ്പൂർണ്ണ സാത്താന്യ സംഹാരം, താണ്ഡവമാടിയ സംഹാരം ശത്രുവിന്റെ തലയെ തകർത്ത് കാൽവറിയിൽ തമ്പുരാൻ ജയമേറ്റെടുത്തു. ഇന്ന് രാത്രി ചിലതിനെ തമ്പുരാൻ മടക്കി വിളിക്കുകയാ. മടങ്ങി വാ ലാസറേ, പുറത്തു വാ. Come out in the name of Jesus. Come out in the name of Jesus. വിളിക്കുന്നു തമ്പുരാൻ. ദൂതിറ്റെടുക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ സമയം അവസാനിക്കുന്നു. 2 മിനിറ്റ് മാത്രം. ആമേൻ. തന്ന സമയത്തോട് നിർത്താം. എല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് രാത്രി തമ്പുരാന്റെ കരങ്ങളിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കാം. മോശയുടെ കരം ഉയർന്നിരിക്കുമ്പോൾ ആ കരം താങ്ങുവാൻ, വേദനിക്കുന്ന കരം താങ്ങുവാൻ, കരമുയർത്തുവാൻ മനസ്സും ശരീരവും അനുവദിക്കാതെ ഇരിക്കുമ്പോൾ, പ്രായം അനുവദിക്കാതെ ഇരിക്കുമ്പോൾ, ആ കരത്തെ ഒന്ന് ഉയർത്തുവാൻ പ്രിയ ദൈവപൈതലേ എത്ര പേർ ഇന്ന് രാത്രി താല്പര്യപ്പെടും? നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ ഒരു താങ്ങൽ, ഒരു സപ്പോർട്ട് കിട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര വ്യക്തി ജീവിതമുണ്ട്. ഇന്ന് രാത്രി തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാ, ഞാൻ നിങ്ങളെ വിടുവിക്കും. ശത്രുവിന്റെ പേരുള്ള സമ്പൂർണ്ണ വിജയം ഇന്ന് രാത്രി പ്രാപിച്ചെടുക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ തമ്പുരാൻ അറിയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഗത്സമനെ ചർച്ചിൽ അത് ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ വെള്ളിയാഴ്ചയും പങ്കുചേരുന്ന ഈ സഭയുടെ കൂട്ടായ്മ എണ്ണത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ, എണ്ണത്തിൽ വർദ്ധിക്കും. വലിയ അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ ദൈവം നടത്തും. ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധന്മാർ എല്ലായിടത്തും വലങ്കരങ്ങളെ ഉയർത്തണം. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, പുരുഷന്മാർ എല്ലായിടത്തും വാഗ്വാദങ്ങളെ വിട്ടൊഴിഞ്ഞ് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ഗത്സമന ചർച്ചിലെ വിശുദ്ധന്മാരെ വാഗ്വാദങ്ങളെ വിട്ടുകളയാം. ആത്മിക ജീവിതത്തിന് തടസ്സമായി വരുന്ന വാക്കുകൾ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്നാലും വായ കൊണ്ട് പ്രസ്താവിക്കാതെ അധരത്തിൽ സ്തോത്രവും സ്തുതിയും അന്യഭാഷയും അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികളായി അത് രൂപാന്തരപ്പെടട്ടെ. പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടുകളഞ്ഞ് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവസഭ ഇടപെടുതലായി. ഇന്ന് രാത്രി ദൈവജനം ശ്രമിച്ച എല്ലാ മാന്യ പ്രേക്ഷകരെയും, ദൈവമക്കളെയും, ദൈവദാസിദാസന്മാരെയും സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കട്ടെ. വിശിഷ്യ ഇപ്രകാരം ഒരു വേദി തന്നതായിരിക്കുന്ന കർത്താവിന്റെ പ്രിയദാസൻ മാത്യു വി ഡാനിയൽ ബ്രദറിനും കുടുംബത്തിനും സഭയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ എളിയ വാക്കുകൾക്ക് വിരാമമേകുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് തലമുറകൾക്കാം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. രാത്രികാലം കർത്താവ് നമ്മളോട് മഹത്വമായി ഇടപെട്ടു. നമ്മളെ മേൽ പകരം തരുവാൻ ദൈവമായ കർത്താവ് നമ്മൾ മേൽ കരുണ കാണിച്ചത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എത്ര പേര് ദൂതുകളെ ഏറ്റെടുത്തു ഈ രാത്രികാലം. ദൈവമക്കളെ, നിങ്ങൾ ദൂതുകളെ ഏറ്റെടുത്തിരിക്കുന്നെങ്കിൽ ദൈവം വാസ്തവമായി നിങ്ങളുടെ മധ്യത്തിലുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. താങ്ങും തണലുമായി കർത്താവിന്റെ കരം എപ്പോഴും നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മോശയുടെ കരം താങ്ങിയതുപോലെ നമ്മുടെ കരത്തെയും താങ്ങുവാൻ നമ്മുടെ കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. നമ്മളെ തന്നെ താഴ്ത്തി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആരും മൗനമായിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ ആരാധന പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സമർപ്പിച്ച് ദൈവസന്നിധിയിലേക്ക്, കർത്താവെ, എനിക്ക് താങ്ങും തണലുമായി എന്റെ കർത്താവിന്റെ കരം കൂടിയിരിക്കണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷക്തനെ ദൈവം ധാരാളമായി ഉപയോഗിച്ചു നമ്മുടെ മധ്യത്തിൽ ഈ രാത്രികാലം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 45 മിനിറ്റ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് വൃഥാവായിട്ടില്ല. ഹല്ലേലൂയ. അത് അനുഗ്രഹമായി മാറുവാൻ വചനത്തിലൂടെ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ രബ ശൗഡമ നഗദൽ കരാദനാരിക. യേശുവിന്റെ നാമത്തിൽ താഴ്ത്തിയാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ.
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റ് കരങ്ങൾ നമുക്ക് ആശ്രയിക്കുവാനില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ കരമൊന്ന് താങ്ങുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ അരിമനാഥൻ നമ്മുടെ മധ്യത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ദാസനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. അങ്ങനെ ദാസന്റെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കട്ടെ, കുടുംബത്തെയും കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, അനേകരെ നേടുവാനായിട്ട് കർത്താവ് ദാസനെ ഇനിയും ഒരുക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കൂടി വരുവിനെ ദൈവം എത്രത്തോളം അനുഗ്രഹിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗിന്റെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമുക്ക് മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനുള്ള സമയം വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവദാസൻ ദൈവത്തിന് സ്തോത്രം. CP യേശുദാസ് അച്ചാൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിപ്പിക്കാൻ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയുടെ യാമത്തിനായി നന്ദിയോട് നിന്നെ വാഴ്ത്തി സ്തുതിക്കുന്നു. കർത്താവ് വിവിധ സോണുകളിലിരുന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതം കൂടി വേദനിച്ച് നൽകിയ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഇന്ന് കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം ഓരോരുത്തരോടും കൂടെ ഇരുന്ന് ഈ രാത്രികാലം അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുവാൻ ദൈവസേനയിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നന്ദി അപ്പച്ച, സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ആരംഭ സമയത്തില് അമ്മ കർത്താവിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നു നല്ല പാട്ടുകളെ പാടി ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെ വർഷിപ്പ് ടീമിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ച് നടത്തണമേ. കർത്താവെ, ശേഷം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇന്ന് ഞങ്ങളുടെ കർത്താവിന്റെ പ്രകാരം കടന്നു വന്ന് അമ്മ കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് ആവശ്യമായ മന്ന നൽകി തരുവാൻ കർത്താവിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തിയല്ലോ. കർത്താവ്, ദാസന്റെ പ്രവർത്തനങ്ങളിൽ എന്റെ കർത്താവ് കൂടെ ഇരിക്കണമേ. അവിടുത്തെ കർത്താവ് അനുഗ്രഹിച്ച കർത്താവ് ആത്മാക്കൾ നേടി കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ എന്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ആത്മാക്കളെ നേടി കാത്തിരിപ്പാൻ കർത്താവ് സഹായിക്കണമേ. പ്രവർത്തന മേഖലയിൽ കൂടെ ഇരിക്കണം, സഹായിക്കണം. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന തന്റെ കർത്താവെ ഹല്ലേലൂയ വായനശുശ്രൂഷയിൽ എന്നും അമ്മ കർത്താവെ ഹല്ലേലൂയ മാറാത്തവനായി കൂടെ ഇരുന്ന് അമ്മ ജനത്തിന് ആവശ്യമായ മന്ന ഓരോ സ്ഥലത്തും നൽകി കൊടുക്കുവാൻ തക്കണം ദാസന്റെ മക്കളെ ഏൽപ്പിച്ച് അയക്കണമേ. അവിടെ കർത്താവ് സന്തോഷത്തോടെ കടന്നുപോയി വിവിധ ദേശങ്ങളില് വിവിധ വലിയ സമൂഹത്തിന്റെ ബന്ധത്തില് കടന്നുപോയി കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനങ്ങള് ഇതുപോലെ അറിയിച്ച കർത്താവ് സന്തോഷത്തോടെ ഇതിന്റെ ജനത്തെ നടത്തുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഈ നല്ല മന്ന ഞങ്ങൾക്ക് നൽകി തന്നല്ലോ. കർത്താവെ, ഈ രാത്രികാലം ഞങ്ങളത് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ കർത്താവെ, അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തില് വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സമന ചർച്ചിനെ അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ഹല്ലേലൂയ, ഇത് അനേക ജീവിതങ്ങളുടെ വിടുതലിന് അമ്മ കർത്താവെ കാരണമാക്കി തീർക്കണമേ. വിവിധ ടൈം സോണുകളില് വിവിധ രാജ്യങ്ങളില് ഇരുന്ന് കർത്താവെ ഹല്ലേലൂയ അനേകർ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ വരുന്ന ആളുകൾ കർത്താവ് ഹല്ലേലൂയ അനേകരുടെ ജീവിതത്തിൽ വിടുതലായി തീരുവാൻ കർത്താവ് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. ഇതിനെ ലീഡ് ചെയ്യുവാനായി കർത്താവിന്റെ ദാസൻ അമ്മ കർത്താവ് മാത്യു ഡാനിയലിനെ അവിടുന്ന് ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. വീണ്ടും മുന്നോട്ടുള്ള ഓരോ ആഴ്ചകളിലും കർത്താവ് കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ. നിരന്തരം പ്രാർത്ഥന ഏർപ്പെട്ട കർത്താവ് അനേകർക്ക് വേണ്ടി ഇടിവിലെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്പം സൗഖ്യങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ദൈവം ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണം. കർത്താവേ ഹല്ലേലൂയ, അനേകർക്ക് വേണ്ടി ഇടിവിലെന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ എല്ലാവരും ഇവിടെ സഹായിക്കുന്ന ദൈവമേ, നന്ദി കർത്താവേ, നന്ദി. ഇതോടെ ഞങ്ങളെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. കർത്താവേ, രാത്രികാലം ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ഞങ്ങൾ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുകയും കർത്താവ് ഇപ്പോൾ ഞങ്ങൾ കർത്താവ് ഹല്ലേലൂയ ഞങ്ങളുടെ കർത്താവ് കർത്താവ് ഞങ്ങളുടെ ഉറക്കത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ നല്ല ദാനങ്ങളെല്ലാം നിറച്ച് ഞങ്ങളെ ആരോഗ്യത്തോടെ ബലത്തോടെ കാത്തുപിടിച്ച് അന്നത്തെ പാൽക്കാലം ദിവസങ്ങളില് സന്തോഷത്തോടെ കണ്ടുകൊണ്ടിരുവാൻ ദൈവം ഞങ്ങളെ എല്ലാവരും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാത്തുപിടിച്ചല്ലോ, നന്ദി കർത്താവേ, നന്ദി. വീണ്ടും ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കൃപയാൽ നിറയ്ക്കണം, വഴി നടത്തണം. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലുള്ള അമ്മ ഞങ്ങളുടെ ഇടയിൽ കർത്താവേ കഴിഞ്ഞ നാളുകളിൽ അമ്മ കർത്താവ് അനേക രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കാൻ സ്തോത്രം. ഇന്നത്തെ ഈ സമയം കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത വിഷയത്തിന്മേലും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കാണുവാൻ, കേൾക്കുവാൻ, അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ എല്ലാവരും സഹായിക്കണം. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്തവനാ നീ ഞങ്ങളോട് കൂടെ ഇരിക്കണം. വീണ്ടും ഞങ്ങൾ ദിവസങ്ങൾ കണ്ടുപോട്ടും വരെയും കർത്താവിന്റെ കൃപയിലും സാന്നിധ്യം വെച്ച് ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്ന കേൾക്കണം പിതാവേ. ആമേൻ.
ആമേൻ. നമുക്ക് ആശീർവാദം കൈക്കൊള്ളാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന്മേലും ഇന്ന് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്ന ദൈവവചന സൂക്ഷിച്ച ദൈവദാസനോടും തന്റെ കുടുംബത്തോടും തന്റെ സഭയോടും അമേലിയ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും കൂടെ കർത്താവിന്റെ മേഘപ്രത്യക്ഷതയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ് നമുക്ക് ജയം തന്നെ ഓർത്ത് കരമുയർത്തി നമുക്ക് ദൈവത്തെ 3 ഹല്ലേലൂയ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ വേഗം വരണമേ. ആമേൻ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലേക്ക് കടന്നു വന്ന വചനം പറയുവാൻ കർത്താവ് സഹായിച്ചല്ലോ. സൗണ്ട് കട്ടാവുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് ബ്രദറെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ജീവിതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത്. പാസ്റ്റർ ജയ്പൂരിലാണോ? അതെ, ഞാൻ ജയ്പൂരിലാണല്ലോ. അച്ഛാ, ഞാൻ ഡൽഹിയിലാണ്. ഓക്കെ ഓക്കെ. എന്റെ കണ്ണിന് രണ്ടിനും കാഴ്ചയില്ല കേട്ടോ. പാസ്റ്ററെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ശരി, ഓക്കെ. എന്നാ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു.